കർത്താവ് നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 11, 14 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശു ഊമയായ ഒരു പിശാചിനെ ബഹിഷ്കരിക്കുകയായിരുന്നു. ജനങ്ങൾ അത്ഭുതപ്പെട്ടു. അവരിൽ ചിലർ പറഞ്ഞു, അവൻ പിശാചുക്കളുടെ തലവനായ ബെൽസെബൂളിനെ കൊണ്ടാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത്. വേറെ ചിലർ അവനെ പരീക്ഷിക്കാൻ സ്വർഗത്തിൽ നിന്ന് ഒരടയാളം അവനോട് ആവശ്യപ്പെട്ടു. അവരുടെ വിചാരങ്ങൾ അറിഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു, അന്തഛിദ്രമുള്ള രാജ്യം നശിച്ചു പോകും, അന്തഛിദ്രമുള്ള ഭവനവും വീണുപോകും. സാത്താൻ തനിക്ക് തന്നെ എതിരായി ഭിന്നിച്ചാൽ അവൻ്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? ഞാൻ ബെൽസെബൂളിനെ കൊണ്ട് പിശാചുക്കളെ പുറത്താക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നു. ബെൽസെബൂളിനെ കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പുത്രന്മാർ ആരെക്കൊണ്ടാണ് അവയെ ബഹിഷ്കരിക്കുന്നത്? അതുകൊണ്ട് അവർ നിങ്ങളുടെ വിധികർത്താക്കളായിരിക്കും. എന്നാൽ ദൈവകരം കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ പുറത്താക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. ശക്തൻ ആയുധധാരിയായി തൻ്റെ കൊട്ടാരത്തിന് കാവൽ നിൽക്കുമ്പോൾ അവൻ്റെ വസ്തുക്കൾ സുരക്ഷിതമാണ്. എന്നാൽ കൂടുതൽ ശക്തനായ ഒരുവൻ അവനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയാൽ അവൻ ആശ്രയിച്ചിരുന്ന ആയുധങ്ങൾ മറ്റവൻ അപഹരിക്കുകയും കൊള്ള മുതൽ ഭാഗിച്ചെടുക്കുകയും ചെയ്യും. എന്നെ കൂടാതെ അല്ലാത്തവൻ എനിക്ക് എതിരാണ്. എന്നോടുകൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ച് കളയുന്നു. അശുദ്ധാത്മാവ് ഒരുവനെ വിട്ടുപോയാൽ വരണ്ട സ്ഥലങ്ങളിലൂടെ ആശ്വാസം തേടി അലഞ്ഞു നടക്കും. കണ്ടെത്താതെ വരുമ്പോൾ അവൻ പറയുന്നു, ഇറങ്ങിപ്പോന്ന ഭവനങ്ങളിലേക്ക് ഞാൻ തിരിച്ചു ചെല്ലും. തിരിച്ചു വരുമ്പോൾ ആ വീട് അടിച്ചു വാരി സജ്ജീകരിക്കപ്പെട്ടതായി കാണുന്നു. അപ്പോൾ അവൻ പോയി തന്നെക്കാൾ ദുഷ്ടരായ മറ്റ് 7 അശുദ്ധാത്മാക്കളെ കൂടി കൊണ്ടുവന്ന് അവിടെ പ്രവേശിച്ച് വാസമുറപ്പിക്കുന്നു. അങ്ങനെ ആ മനുഷ്യൻ്റെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ മോശമായി തീരും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ഗൗരവപൂർവ്വം എടുക്കേണ്ട ഒരു വചന സന്ദേശമാണ് 1 കൊറിന്തോസ് 9:16. ഇവിടെ പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. സുവിശേഷ പ്രവർത്തനം, സുവിശേഷവൽക്കരണം നമ്മളെല്ലാവരുടെയും കടമയാണ്. ഇനി ഒരുപക്ഷെ നമുക്ക് മറ്റെല്ലാവരും നടത്തും പോലെ ധ്യാനം നടത്താനോ കൺവെൻഷൻ നടത്താനോ അല്ലെ ഇടിവെട്ട് പ്രസംഗം പറയാനൊന്നും പറ്റുന്നില്ലായിരിക്കാം. ഒന്നും വേണമെന്നില്ല. ഇന്നത്തെ ആദ്യ വായന നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, പുരോഹിതന് പോലും വലിയൊരു സുവിശേഷ വേല ചെയ്യാൻ പറ്റും. ആകാശത്തിനും ഭൂമിക്കും മധ്യേ കരങ്ങൾ വിരിച്ചു പിടിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുക. അത് വലിയൊരു സുവിശേഷ വേലയാണ്. മത്തായി 9:38 വായിച്ചാലും അവിടെ പറഞ്ഞിട്ടുണ്ട്, വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുക. ഒരു സുവിശേഷ വേലയാണ്. നമുക്കെല്ലാവർക്കും ചെയ്യാവുന്ന ഒരു സുവിശേഷ വേല. ഇതിന് ആകെ നമുക്ക് വേണ്ടത് ഓർമ്മശക്തിയോ ധൈര്യമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല, മനസ്സുണ്ടായാൽ മതി. മനസ്സുണ്ടെങ്കിൽ നമുക്കും ഈ സുവിശേഷ വേല ചെയ്യാൻ പറ്റും, പ്രത്യേകിച്ച് പ്രാർത്ഥനയിലൂടെ. ലോകം മുഴുവന് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നത് വലിയൊരു സുവിശേഷ വേലയാണ്. നമുക്ക് ലോകത്തിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനമായിട്ട് അതിനെ നമ്മൾ കാണണം. ഇന്ന് സുവിശേഷ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, കർത്താവ് പിശാചിനെ ബഹിഷ്കരിച്ച് കഴിഞ്ഞപ്പോൾ ചിലരുടെ സംസാരം, അന്നുണ്ടായിരുന്ന ആ ടെൻഡൻസി ഒന്നും ഇന്ന് മാറിയിട്ടൊന്നുമില്ല. ഇനി ചിലർ പറഞ്ഞൊരു കാര്യം, ഇവൻ മൂത്ത പിശാചിനെ കൊണ്ടാണ് ഇതെല്ലാം ചെയ്യുക. ഈ നന്മ ചെയ്യുമ്പം അത് അംഗീകരിക്കാതിരിക്കുന്നവരുണ്ട്. തിന്മയ്ക്കെതിരെ പോരാടുന്നവരെ അംഗീകരിക്കാൻ പറ്റാത്ത വ്യക്തികളുണ്ട്. അങ്ങനെയുള്ള ഗണത്തിൽപ്പെട്ടവരാണ്. അവരൊരു കാരണം കണ്ടുപിടിച്ചു, ഇവൻ പിശാചുക്കളുടെ തലവനെ കൊണ്ടാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത്. ബെൽസെബൂൾ. ശരിക്കും കാര്യം അറിഞ്ഞിട്ടാണോ അവർ സംസാരിച്ചത്? അല്ല. പ്രഭാഷകൻ 5:12 ഒരിക്കലും നമ്മൾ വിസ്മരിക്കരുത്.
അത് നൽകുന്ന സന്ദേശം വളരെ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: അറിയാമെങ്കിലേ പറയാവൂ, ഇല്ലെങ്കിൽ വാ തുറക്കരുത്. നമുക്കൊക്കെ അറിയില്ലേലും പറയാൻ വളരെ സ്മാർട്ടായിട്ട് നമ്മൾ ഊഹിച്ചൊക്കെ നമ്മൾ സംസാരിക്കും. അത് എവിടുന്നെങ്കിലും വല്ല ഇത് സ്കെൽറ്റൻ കിട്ടിയതേ ഉള്ളൂ. ഫ്ലഷും ബ്ലഡും ഒക്കെ നമ്മൾ വേണേൽ പിടിപ്പിക്കും. അതിന് സാമർഥ്യമുള്ള വ്യക്തികളെ കാണാൻ പറ്റും. പക്ഷെ കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്: കൃത്യമായിട്ട് അറിയില്ലാത്തൊരു കാര്യം നീ പറയരുത്. യേശുവിനെ കുറിച്ച് പോലും ഇവരിങ്ങനെ പറഞ്ഞെങ്കിൽ ഇന്ന് ഒരു പക്ഷേ ഇതുപോലെ എന്തു വേണേലും മറ്റുള്ളവർക്കെതിരെ സംസാരിക്കാൻ മുന്നോട്ട് വരുന്ന വ്യക്തികളെ നമ്മൾ കണ്ടെത്തിയെന്ന് വരും. നമുക്കറിയാമല്ലോ, കർത്താവ് തന്നെ സൂചിപ്പിച്ചൊരു കാര്യമാണ് പിശാചിൻ്റെ രാജ്യം. അങ്ങനെ ഒരു രാജ്യമുണ്ട്, അങ്ങനെ ഒരു ശക്തിയുണ്ട്. അത് നമുക്ക് വിസ്മരിക്കാൻ പറ്റത്തില്ല. ദൈവരാജ്യമുണ്ടെങ്കിൽ പിശാചിൻ്റെ രാജ്യമുണ്ട്. ഇനി പിശാച് അവൻ്റെ അസ്തിത്വം ഉണ്ടെങ്കിൽ അവനൊരു ദൗത്യമുണ്ട്. അതായത് ദൈവരാജ്യത്തിലുള്ളവരെ എങ്ങനെയെങ്കിലും അവിടുന്ന് തട്ടിയെടുക്കുക, എന്നിട്ട് അവൻ്റെ രാജ്യത്തിൽ അംഗങ്ങളാക്കുക. പിശാചിൻ്റെ ഒറിജിൻ മനസ്സിലാക്കിയാൽ നമുക്ക് അംഗീകരിക്കാൻ വലിയ ബുദ്ധിമുട്ട് വരത്തില്ല. നമ്മളെക്കാളൊക്കെ ശക്തിയുള്ള വ്യക്തിയാണ് പിശാച്. നമ്മളെക്കാളൊക്കെ ബുദ്ധിയും സാമർഥ്യവുമുള്ള വ്യക്തിയാണ് പിശാച്. നമ്മളെക്കാൾ വചനം അറിയാം. നമ്മൾ കാണുന്നുണ്ട്, പിശാച് തലങ്ങും ബലങ്ങും വചനം പറഞ്ഞ് യേശുവിനെ പ്രലോഭിപ്പിക്കാൻ നോക്കിയത് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇവൻ പ്രധാന മാലാഖമാരിൽ ഒരാളായിരുന്ന ലൂസിഫർ, അവന് പിശാചായി മാറിയതിനെക്കുറിച്ച് ബൈബിളിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇവൻ്റെ പ്രവർത്തനം ശക്തമായതുകൊണ്ട് നമ്മൾ വളരെ വളരെ ശ്രദ്ധയുള്ളവരായിരിക്കണം ക്രിസ്തീയ ജീവിതം നയിക്കാൻ. അവന് രാവെന്നോ പകലെന്നോ ഇല്ലാതെ, പിശാചിൻ്റെ ഒരു പ്രത്യേകത അതാണ്. നമുക്ക് അവന് ഊണുമില്ല, ഉറക്കവും ഇല്ല. അവൻ്റെ ദൗത്യം നിറവേറ്റണം. നമ്മളാണ് 2 ദിവസം അടുപ്പിച്ചുറങ്ങിയതാണേലും പിന്നെയും ബൈബിൾ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറക്കാം. കൊന്ത കയ്യിലെടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ നമുക്ക് ഉറക്കാം. അങ്ങനെയല്ല പിശാച്. അവന് ഊണുമില്ല, ഉറക്കവും ഇല്ല, ക്ഷീണവും ഇല്ല. അവൻ്റെ ദൗത്യം നിറവേറ്റണം എന്നുള്ള ആ ഒരു ദൃഢനിശ്ചയം. ഇങ്ങനെയൊരു ദൃഢനിശ്ചയം അതിൻ്റെ ഒരു ചെറിയ ഭാഗമെങ്കിലും നമുക്കുണ്ടായിരുന്നെങ്കിൽ. ഞാനൊരു കുടുംബനാഥനാണ്. ഈ കുടുംബത്തെ നേരെ ചൊവ്വേ കൊണ്ടുപോകാനുള്ള ഒരു ദൗത്യം എനിക്കുണ്ട്. അതെനിക്ക് ചെയ്യണം. ഞാൻ എൻ്റെ സുഖമോ എൻ്റെ നഷ്ടങ്ങളോ ഒന്നും നോക്കാതെ എനിക്ക് ആ ദൗത്യം നിറവേറ്റണം. അങ്ങനെ ചിന്തിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ നമുക്കൊക്കെ ഒരു ബെറ്റർ ക്രിസ്ത്യനായിട്ട് മാറാൻ പറ്റില്ലായിരുന്നോ എന്നുള്ളത് നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് സാത്താന് ശക്തി ഉള്ളതുകൊണ്ട് തന്നെ അവൻ പല രീതിയിൽ അവന് ശക്തി മാത്രമല്ല, സിദ്ധിയുണ്ട്. നമ്മൾ കാണുന്നുണ്ട് അപ്പസ്തോല പ്രവർത്തനം 16-ാം അധ്യായത്തിൻ്റെ 16 മുതൽ വായിക്കുമ്പോൾ ഒരു സാധു പെൺകുട്ടി, അശുദ്ധാത്മാവ് ബാധിച്ചോള്. അവൾക്ക് എന്നാ പറ്റിയേ? അവൾക്ക് എന്നാ കിട്ടിയേ? സിദ്ധി, മറ്റുള്ളവരെക്കുറിച്ച് പ്രവചിക്കാനുള്ള സിദ്ധി. പക്ഷേ പൗലോസും ശീലാസും അതിലെ വന്നപ്പോൾ ഇത് കണ്ടപ്പോൾ പൗലോസിനൊരു തിരിച്ചറിവുണ്ടായി. ഇവള് പ്രവചിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെയൊന്നുമല്ല. നമ്മുടെ എവിടെയെങ്കിലും അത്ഭുതം നടന്നാൽ ഉടനെ അതെല്ലാം പരിശുദ്ധാത്മാവിലൂടെ എന്നും പറഞ്ഞ് ഓടരുത്. എവിടെയെങ്കിലും ആരെങ്കിലും ഭാവി, ഭൂതം, വർത്തമാനം ഇതെല്ലാം പറയാനായിട്ട് കഴിവുള്ളവരുണ്ടെന്ന് വിചാരിച്ച് ഡിസേൺമെൻറ്റ് നമുക്കുണ്ടാകണം. ഇത് ശരിക്കും പരിശുദ്ധാത്മാവിലൂടെയാണോ അശുദ്ധാത്മാവിലൂടെയാണോ എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിവേകം നമുക്കുണ്ടെങ്കിൽ, തിരിച്ചറിയാനുള്ള, ഡിസേൺ ചെയ്യാനുള്ള ഒരു പരിശ്രമം നമുക്കുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഒഴിവാകും. ആ സാധു പെൺകുട്ടി അവളുടെ അശുദ്ധാത്മാവ് വിട്ടുപോയപ്പോൾ അവളുടെ പ്രവചനം നിന്നു. അവൾ ഹാപ്പിയായിരുന്നു. പക്ഷെ അവളെ വെച്ച് മുതലെടുത്തുകൊണ്ടിരുന്നവർക്കാണ് അതങ്ങോട്ട് സഹിക്കാൻ വയ്യാതെ കള്ളക്കേസുണ്ടാക്കി പൗലോസിനെയും ശീലാസിനെയും കാരാഗ്രഹത്തിൽ അടയ്ക്കുന്ന ഒരു രംഗമാണ് അപ്പസ്തോല പ്രവർത്തനം 16-ാം അധ്യായത്തിൽ നമ്മൾ കാണുക. ഇനി നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ അശുദ്ധാത്മാവ് ശക്തനാണെങ്കിൽ അവനേക്കാൾ ശക്തനായ ഒരുവനെക്കുറിച്ച് ഇന്നത്തെ സുവിശേഷ ഭാഗം പറയുന്നു. അത് ദൈവം. സാത്താനെ കീഴ്പ്പെടുത്തിയവനാണ് യേശുക്രിസ്തു. കൂടുതൽ ശക്തനായവൻ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ വായിച്ചു കേട്ടതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു തണലിൽ നമ്മൾ ജീവിക്കാൻ പഠിക്കണം. നിങ്ങളൊന്ന് നോർമലായിട്ട് ചിന്തിച്ചാൽ മതി. വേണേ
മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ ആരെങ്കിലും വരുമ്പോൾ അവർക്കെല്ലാം സെക്യൂരിറ്റി ഉണ്ട്. AK-47 തോക്കൊക്കെ ആയിട്ട് അവരിങ്ങനെ സെക്യൂരിറ്റി കൊടുത്ത് നിൽക്കുക. ആ സമയത്ത് ആരെങ്കിലും ഒരാൾ ഒരു വടിയും കയ്യിലെടുത്ത് നിന്നെ ഞാനിപ്പോൾ കൊല്ലൂടാന്ന് പറഞ്ഞ് ഓടി വരുമ്പോഴേ അയ്യോ ഭാവി എന്നും പറഞ്ഞ് ഓടേണ്ട കാര്യമുണ്ടോ? അവൻ അടുത്തോട്ട് പോലും വരുമോ? വരത്തില്ല. അതിന് മുമ്പ് അവനെ വെടിവെച്ച് താഴെയിടും. ഇതുപോലെ കർത്താവ് നമുക്ക് തുണയായി ഉണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് ഈ മന്ത്രവാദം കൂടോത്രം ഇങ്ങനെയുള്ളതിനെയൊക്കെ പേടിക്കുക? 1 യോഹന്നാൻ 5-ാം അധ്യായം 18 പറഞ്ഞിട്ടുണ്ട്, യേശുക്രിസ്തുവിനുള്ളവരെ സാത്താന് തൊടാൻ പോലും പറ്റില്ല. നമ്മൾ എങ്ങനെയെങ്കിലും യേശുക്രിസ്തുവിൻ്റെ സ്വന്തമാവുക, സ്വന്തമായിട്ട് തുടരാനായിട്ട് പരിശ്രമിക്കുക. അങ്ങനെയുള്ളവർ മറ്റൊരു ശക്തിയെയും ഒരു സാത്താനെയും ഭയപ്പെടേണ്ടതില്ല എന്നുള്ള ആ ഒരു സന്ദേശം. മാത്രമല്ല 1 കൊറിന്തോസ് 13:10 പറഞ്ഞിട്ടുണ്ട്, പൂർണ്ണമായത് ഉദിക്കുമ്പോൾ അപൂർണമായത് അസ്തമിക്കും. യേശു തരുന്ന നേട്ടം അതെത്ര വലുതാണെന്ന് തിരിച്ചറിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഈ അശുദ്ധാരൂപി നമുക്ക് വാഗ്ദാനം ചെയ്യുന്ന നേട്ടങ്ങളുടെ പുറകെ ഒരു കാരണവശാലും നമ്മൾ പോകത്തില്ല. അവർ ബോധ്യം നൽകി അനുഗ്രഹിക്കണമെന്ന് ഈ ബലിയിൽ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.